കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളെല്ലാവർക്കും ദോശ ഇഷ്ടമാണല്ലോ. അപ്പോൾ ദോശ കല്ലിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ ഈ ദോശക്കല്ല് നമ്മൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് പെട്ടെന്ന് മയക്കിയെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കണം. ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് കേട്ടോ. ഇത് പഴയ ദോശക്കല്ലാണ്. പുതിയ ദോശക്കല്ല് മയക്കണതും നമ്മൾ ഈ വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ കണ്ടതിന് ശേഷം ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ ടിപ്പ് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ദോശക്കല്ലിലേക്ക് വാളംപുളിയാണ് കേട്ടോ കുറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പഴകിയ പുളിയാണ്, അപ്പോൾ കറുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ തിരുമ്പിയിട്ട് നല്ലോണം എന്താ പറയുക ഉടഞ്ഞ പുളിയാണ് കേട്ടോ. പഴകിയ പുളിയായ കാരണം തന്നെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കുക കേട്ടോ. കുറുകുറു തന്നെയുള്ളൊരു പേസ്റ്റ് ഇല്ലേ, അതേപോലെ ആക്കിയിട്ട് നമ്മുടെ ഈ പുളി ആക്കി എടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഈ ദോശക്കല്ലിലേക്ക് നമ്മുടെ ഈ പുളി ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. ഈ ദോശക്കല്ലിൻ്റെ അരുഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഭാഗത്തൊക്കെ നമ്മൾ ദോശ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ ഈ സൈഡിലൊക്കെ സാധ്യതയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ മൊത്തം ആക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പുതിയ ദോശക്കല്ല് മയക്കിയെടുക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ പുളി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് അങ്ങോട്ട് തിരുമ്മി എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഇതിൻ്റെ എത്തിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് അടുപ്പുമ്മ വെച്ചിട്ട് ഒന്ന് ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചൂടാവുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഈ പുളിയൊക്കെ നമ്മുടെ കല്ലിൽ കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പാകത്തിന് നമുക്ക് നന്നായി ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ കണ്ട എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഈ പുളിയുടേത് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുളിയുടേത് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇല്ലാത്ത ഭാഗത്തേക്ക് ഈ പുളിയുടെ വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് പേസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ളതും കൂടി ഇതിലൊഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ട എല്ലാ ഭാഗത്തേക്കും നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായി തന്നെ പുളിയുടേത് ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് നമ്മുടെ ദോശക്കല്ലിൽ അങ്ങോട്ട് പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ ആവാത്ത ഭാഗത്തേക്ക് നമ്മളിങ്ങനെ സ്പൂണൊക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഒരു ചൂടിൽ തന്നെ ആക്കി കൊടുക്കണം. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് കുറവ് വന്നപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ച് ഇത് കണ്ട എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ദോശക്കല്ലൊക്കെ നന്നായി ചൂടായ ദോശക്കല്ല് ഞാൻ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും പുളിയാക്കിയിട്ട് ഇത് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. നമുക്കിങ്ങനെ കൈ കൊണ്ട് തൊടാനുള്ളൊരു പാകത്തിലാവണം കേട്ടോ. ചൂടാറണം, നന്നായി ചൂടാറിയതിന് ശേഷമാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഈ പുളിയൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഈ കല്ലുമൊന്നൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ചകിരിയില്ലേ, ചകിരി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പുളിയൊക്കെ അതിൽ കല്ല് നന്നായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും മൊത്തം ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെ ചൂടാറിയ ശേഷം തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ അതുമേ. അപ്പോൾ ഇതുകൊണ്ടൊന്ന് ഉരച്ചാലാണ്. സ്ക്രബ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ട് ഉരയ്ക്കരുത് കേട്ടോ. ഉരച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു കോറിൽ വരുമ്പോൾ തന്നെ ദോശയൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചകിരിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒട്ടിപ്പിടിച്ച പുളിയൊക്കെ ഈ ചകിരിയിൽ അലിഞ്ഞിങ്ങോട്ട് പോകുന്നോളും. എന്നിട്ട് സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള വെള്ളത്തിൽ നമുക്ക് ഈ ദോശക്കല്ലൊന്ന് കഴുകി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ നന്നായി കഴുകി കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുക. പിന്നെ എവിടെയെങ്കിലുമൊക്കെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് പാത്രം കഴുകാൻ, വിം ലിക്വിഡ് അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചകിരി കൊണ്ട് ഉരച്ച് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ വിം ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് പുളിയുടെ ഒരു ഇതുണ്ടാവുമല്ലോ, ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് പുളിയുടെ അംശമൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. ദോശക്കല്ലൊക്കെ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ദോശക്കല്ലിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. നമുക്ക് കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ദോശക്കല്ലിലത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. നന്നായി തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പുമ്മ വെച്ച് ഒന്ന് ദോശ ഉണ്ടാക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് അടുപ്പിലേക്ക് ഞാൻ വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷമാണ് നമുക്ക് ദോശ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലെണ്ണ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ബ്രഷ് ആക്കിയിട്ട് നമ്മുടെ ദോശക്കല്ലിലേക്ക് മൊത്തം നല്ലെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, എല്ലാ ഭാഗങ്ങളിലും നമ്മൾ
അത് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്, നല്ലെണ്ണ തന്നെ നിങ്ങൾ ദോശക്കല്ലിൽ ഒഴിക്കണം കേട്ടോ. പിന്നെ ഇതാ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി ചൂടായതിന് ശേഷമാണ് നമുക്ക് ദോശ ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതെ നല്ലോണം ചൂടായ ശേഷം തന്നെയാണ് ഞാൻ എണ്ണ പരത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചൂടായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ദോശ ഒഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ദോശ ഒഴിക്കുകയാണ്. ദോശ ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണ് വട്ടത്തിൻ്റെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വട്ടത്തിന് അങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ദോശ നല്ലോണം മൊരിയണതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ദേ നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് പതുക്കെ അതിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടിപ്പ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ്. പുതിയ ദോശ ചട്ടി മയക്കാനും ഇതന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ദേ നമ്മൾ പതുക്കെ നമ്മുടെ ദോശ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം എടുക്കുമ്പോൾ ചെറിയൊരു ഒട്ടിപ്പിടുത്തം വന്നു, പിന്നെ അങ്ങോട്ട് ശരിയായിക്കോളൂ കേട്ടോ. കണ്ടില്ലേ, നന്നായി മൊരിയാൻ വെയിറ്റ് ചെയ്ത കാരണമാണ് കേട്ടോ ഇങ്ങനെ വന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങൾ കുറച്ചും കൂടി ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കട്ടെ. നന്നായി മൊരിയാണ്ടാവുമ്പോൾ മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു ഒട്ടിപ്പിടുത്തമൊക്കെ വരും കേട്ടോ. കാരണം നമ്മളിപ്പം എപ്പോഴും എണ്ണ തടവി കൊടുക്കണില്ല കേട്ടോ. ഞാൻ എപ്പോഴും എണ്ണ തടവി കൊടുക്കാറില്ല. എണ്ണ തടവി ഒരു 2 ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ദോശ പരത്തുമ്പോൾ കൊടുക്കാറ്. പിന്നെ നെയ്യ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ ഇട്ട് കൊടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്പാണെന്ന് വിചാരിക്കുന്നു. ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ദോശക്കല്ല് കഴുകരുത് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കഴുകാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് തന്നെ കുറച്ച് എണ്ണ തടവി വയ്ക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ദോശ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.